ഹലോ, ഇന്ന് നമുക്ക് ത്രെഡും ഫാബ്രിക്കും വെച്ചിട്ട് ഒരു അടിപൊളി ലട്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ അതിന് മാച്ച് ആവുന്ന ത്രെഡും എടുത്തിട്ടുണ്ട്. ത്രെഡ് നമുക്ക് കട്ട് ചെയ്യണം, ഇപ്പം ചെയ്യേണ്ട. ആദ്യം നമുക്ക് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്യാം. ഒരു ചെറിയ പീസ് തുണി മതിയാവും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ദേ ഇവിടെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം, ചെറുത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതേ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ഇവിടെ 2 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്, 2 സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ആ ത്രെഡ് എടുത്തൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ദേ ഇവിടെ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഫാബ്രിക്കിൽ എങ്ങനെയാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആ 2 പീസില്ലേ, 2 സ്ക്വയർ പീസില്ലേ, അതിലൊന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം എടുക്കാം. അതിൻ്റെ 2 എഡ്ജസിലായിട്ട് ഈ ത്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മളിത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു എഡ്ജ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ആ ഭാഗത്തൊന്ന് റൗണ്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഈ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വേണേ ത്രെഡ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം അതിൽ ചേർത്ത് വെച്ചിട്ട് ഇതായി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതേ ഇപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നൂല് പോവാതിരിക്കാനാണ്. ഇതേ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇത് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ത്രെഡ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ത്രെഡ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേ ലൂപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ചൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മിററും സ്ക്വയർ ഷേപ്പിലുള്ള മിററും പിന്നെ കുറച്ച് കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണേൽ ഫുൾ മിറർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം, ബീഡ്സ് വയ്ക്കാം, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡിലേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇവിടെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ വെച്ചാണ് നമ്മൾ മിറർ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതേ സ്ക്വയർ ഷേപ്പിലുള്ള മിറർ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കേർട്ടിലൊക്കെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ലെഹങ്കയിലൊക്കെ ലട്കൻ വയ്ക്കില്ലേ, അതുപോലെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമുക്ക് ചുരിദാറിൻ്റെയോ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ ഇതുപോലെ ഒന്നുകൂടെ ചെയ്തെടുത്താൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ മിററായിട്ട് ഇങ്ങനെ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മിററിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ഞാൻ 2-3 സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2-3 സ്റ്റോൺസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗമ്മ് പുരട്ടി കൊടുക്കാം. ഗം അപ്ലൈ ചെയ്തിട്ട് ഞാനവിടെ കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഗമ്മ് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ വൈറ്റ് കളറൊന്നും കാണില്ല, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഗം അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും നന്നായിട്ട് കട്ട് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ട് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.